ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മുടെ കയ്യിൽ പല ടൈപ്പിലുള്ള മൊബൈൽ ഫോണുകൾ ഉണ്ടാകും. ഒരു 10,000 രൂപ മുതൽ ഒരു 1,00,000 രൂപ വരെയുള്ള മൊബൈലുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വിലപിടിപ്പുള്ള മൊബൈലുകളും എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ചില വിലപിടിപ്പുള്ള ഡാറ്റകളും നമ്മൾ അതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കും. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ്. അതുമാത്രവുമല്ല, നമുക്കത് കളഞ്ഞു കിട്ടുന്ന ആൾക്ക് അത് തിരികെ എത്തിക്കാനുള്ള ഒരു അടിപൊളി മാർഗം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 90% നമുക്ക് മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടും. എല്ലാവരും ഒന്ന് ചെയ്തു വയ്ക്കുക. ഞാനിത് പറയുമ്പോൾ ഇപ്പം നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഞാനിത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന് വിചാരിച്ച് ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും. എന്നാൽ ഇപ്പം തന്നെ ഇത് ചെയ്തു വയ്ക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ എമർജൻസി എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എമർജൻസി കോൺടാക്ട്സ് എന്നുള്ള ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ എമർജൻസി കോൺടാക്ട്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടെ ആഡ് ടു കോൺടാക്റ്റിൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെയോ നമ്മുടെ വൈഫിൻ്റെയോ അങ്ങനെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു നമ്പർ നമ്മളിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൺ നമുക്ക് കിട്ടുന്ന ആൾ ജസ്റ്റ് നമ്മളുടെ ലോക്ക് സ്ക്രീൻ ഫോൺ എന്തായാലും ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും എമർജൻസി എന്ന കോളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത ആ നമ്പർ ഇവിടെ കാണാൻ സാധിക്കുകയും അങ്ങനെ ആ ഫോൺ തരാൻ അങ്ങനെ തരാൻ 90% തരാൻ ആഗ്രഹമുള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണിൽ ആ നമ്പറിൽ നമ്മൾ വിളിക്കുകയും അങ്ങനെ ഫോൺ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ സെർച്ച് ബാറിൽ ലോക്ക് സ്ക്രീൻ ആൻഡ് വാൾപേപ്പർ എന്ന ഭാഗം ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ് എന്ന ഭാഗത്ത് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാനായിട്ട് സാധിക്കും കസ്റ്റം ലോക്ക് സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ആഡ് ക്വിക്ക് ഇൻഫർമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിഷ്ടമുള്ള ആരുടെയെങ്കിലും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെയും ഏതെങ്കിലും നമ്പർ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാം മുകളിൽ അപ്ലൈ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്ത് ഓൺ ആക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ആ കൊടുത്ത നമ്പർ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെത്തേഡിൻ്റെ പോലെ നമുക്ക് അധികം ബുദ്ധിമുട്ടാതെ തന്നെ നമ്മുടെ ഫോൺ കിട്ടുന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ ആ നമ്പറിലേക്ക് വിളിക്കാൻ സാധിക്കുകയും നമ്മുടെ ഫോൺ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് ഇടവരികയും ചെയ്യുന്നു. ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 80% മാത്രമേ ചാൻസ് ഉള്ളൂ നമ്മളുടെ മൊബൈൽ ഫോൺ തിരികെ ലഭിക്കാൻ. മാത്രവുമല്ല കിട്ടുന്ന ആൾക്ക് നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു മനസ്സും കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോണിൽ വേറൊരു സോഫ്റ്റ്വെയറും കൂടിയുണ്ട്. അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ നമ്മളുടെ ഉപയോഗിക്കുന്ന ആളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്